നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്താണ്, നമുക്ക് അധ്യാപകർക്ക് അടി കൊള്ളണിന് നമുക്ക് കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. എത്ര അടി വേണമെങ്കിലും കൊള്ളാവുന്ന കാലഘട്ടമാണ്. എൻ്റെ കയ്യിലൊക്കെ നീലവരകളും ചുവന്ന വരകളും തലങ്ങും വിലങ്ങും ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സാർ വരണീൻ്റെ മുന്നേ സംസാരിച്ചിരുന്നു, എഴുതാൻ മടിച്ചായിരുന്നു എന്ന്. ആ എഴുത്തിന് വേണ്ടി നല്ല അടി കിട്ടിയിരുന്നു. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളെ, ഇപ്പോൾ ഞാൻ ഒരു അധ്യാപിക എന്ന് പറയാൻ പറ്റില്ല, ഇൻസ്ട്രക്ടറാണ്, ITL ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ ശാസിക്കുമ്പോൾ, ഇപ്പോൾ ഇനി എൻ്റെ മക്കളാണെങ്കിലും അതെ കേട്ടോ, നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്നല്ല, എൻ്റെ മക്കളായിക്കോട്ടെ. അന്ന് ഞാനിപ്പോൾ എൻ്റെ മക്കളുണ്ടാവണതിൻ്റെ മുന്നേ എൻ്റെ അനിയൻ, എളാപ്പാൻ്റെ മക്കൾ, അമ്മായിൻ്റെ മക്കളൊക്കെ നമുക്ക് തല്ലാനുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മളെ മക്കളോട് പോലും എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് പേടിയാണ്. എങ്ങനെ സംസാരിച്ചാൽ അവരെന്തെടുക്കും, അത് ചെയ്യരുത് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കുള്ളിലൊരു പേടിയാണ്. ആ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരെന്ത് മറുപടി പറയും എന്നുള്ളൊരു ഭയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് സ്വയം ഉള്ളൊരു കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ പിന്നെ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടി വരികയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം, ഇപ്പോൾ ഇവിടെ കുറേ കുട്ടികളുണ്ട്, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കുട്ടികൾക്കും ആ കുട്ടികളുടെ പാരൻസിനും, ഇപ്പോൾ ഞാനടക്കമുള്ളൊരു പാരൻറ്റിനും സാറിന് നൽകാൻ പറ്റുന്ന ഒരു നിർദ്ദേശം നൽകിയാൽ നല്ലതായിരിക്കും. എന്തായാലും ഇപ്പോൾ ഈ ക്ലാസ് യൂട്യൂബ് വഴി ഒക്കെ ഒരുപാട് പേരിലെത്തും. അപ്പോൾ എന്തായാലും ആ ഒരു നിർദ്ദേശം സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. നല്ല ചോദ്യം അല്ലേ? കയ്യടി കൊടുക്കുള്ളൊരു. പണ്ടത്തെ കുട്ടികളായിരുന്നു അല്ലേ? നമ്മളൊരു 14 വയസ്സ് വരെ അല്ലെങ്കിൽ 15 വയസ്സ് വരെയൊക്കെ നമ്മൾ കുട്ടികൾ തന്നെ ആയിരുന്നു. ഇന്നത്തെ കുട്ടികൾ ഒരു നഴ്സറി മുതൽ അവർ ഒരു ഇൻഡിവിജ്വലായി മാറി. കുട്ടിത്തം എന്ന് പറയുന്നത് കുറച്ചുകൂടെ അവർക്ക് വളരെ പെട്ടെന്ന് ഇല്ലാതായി. അവരിങ്ങനെ കുറച്ചുകൂടെ ഇൻഡിവിജ്വൽ ആവാൻ തുടങ്ങി. അപ്പോൾ ഒരു മുതിർന്ന ആളോട് നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുക, അതേപോലെ ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ അടി എന്ന് പറഞ്ഞല്ലോ, അടിക്കുക എന്നുള്ളത് ഒരു ലീസ്റ്റ് ഫോം ഓഫ് ശിക്ഷയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ക്ലാസ് റൂമിലേക്ക് ഒരു മാഷ് വടിയും കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു വടിയുടെ കൂടി സഹായം ആവശ്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. വടി ആവശ്യമില്ലാത്ത വിധം ആ കുട്ടികളെ കയ്യിലെടുക്കാൻ കഴിയുന്നൊരു മാഷിക്ക് കുറച്ചുകൂടെ ആ കുട്ടികളുടെ മനസ്സിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. അപ്പോൾ നമ്മുടെ കുടുംബത്തിലൊരു ഉമ്മ പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ഉമ്മയുടെ കല്യാണം കഴിയണത് 15ാമത്തെ വയസ്സിലാണ്. അവർക്ക് മോനുണ്ടാവുന്നത് 17ാമത്തെ വയസ്സിലുമാണ്. അപ്പം അത്ര ചെറിയ പ്രായമാണ് ഉമ്മ. ഈ കുട്ടിയാണെങ്കിൽ ചെറിയ കുട്ടിയാകുമ്പോൾ ഭയങ്കര കുസൃതിയായിരുന്നു, കുരുത്തക്കടായിരുന്നു, എല്ലാ വികൃതികളും കാണിക്കും. അപ്പം ഈ ഉമ്മക്ക് ഓൾറെഡി കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, ചെറിയ പ്രായമല്ലേ, ഭർത്താവിൻ്റെ വീട്ടിലുള്ള സ്ട്രെസ്സൊക്കെ ഉണ്ടാവും. അപ്പം ഈ ഉമ്മ അവനെ അടിക്കും. അടിക്കണ സമയത്ത് ഉമ്മ പറയും, ഞാൻ നല്ലോണം അടിക്കുമായിരുന്നു, വടി കൊണ്ടൊക്കെ അടിക്കും, കൈ കൊണ്ടൊക്കെ അടിക്കും, എന്താണോ കയ്യിൽ കിട്ടുന്നത് അതുകൊണ്ടൊക്കെ അടിക്കും. അടിക്കണ സമയത്ത് ഇവനിങ്ങനെ നിൽക്കും, അടി ഫുള്ളായിട്ട് മേടിക്കും, ഇങ്ങനെ നിൽക്കും, എത്ര അടിച്ചാലും ഇങ്ങനെ നിൽക്കും, ഒരു തുള്ളി കണ്ണീര് പോലും വരില്ല. ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി, കുളി കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വായിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് രണ്ടാളിങ്ങനെ ഇരിക്കുമ്പോൾ ഉമ്മാക്ക് സങ്കടമാവും. അടി കൊണ്ടതിൻ്റെ വേദന കുട്ടി മറന്നാലും അടിച്ചതിൻ്റെ വേദന ഉമ്മ മറക്കില്ലല്ലോ. ഉമ്മാക്ക് സങ്കടമാകുമ്പോൾ ഉമ്മ പറയും, റിബുനെ ഉമ്മന്ന് നല്ലോണം അടിച്ചുല്ലേ, എനിക്ക് നല്ലോണം വേദനയോ, എനിക്ക് അപ്പം ദേഷ്യം വന്ന്, നീ ആ ചെയ്ത കാര്യം എനിക്ക് അത്രയും ദേഷ്യമായി, അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ കുട്ടിക്ക് വേദനയോ, എൻ്റെ കുട്ടീനെ ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ കരയും. അയൽപ്പക്കത്തെ വീട്ടുകാർ കേൾക്കുന്ന അത്രയും ഒച്ചത്തിൽ അവൻ കരയും. എന്തുകൊണ്ട്? നേരത്തെ അവനെ അടിച്ചപ്പോൾ വേദന ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അവൻ കരഞ്ഞില്ല. ഇപ്പം അവന് വേദനയൊന്നുമില്ല, പക്ഷെ അവനൊരു കാര്യം മനസ്സിലായി. അതെന്താണെന്നറിയോ? ഈ ഉമ്മയുടെ മനസ്സിൽ എന്നോടുള്ള സ്നേഹവും വാത്സല്യവുമാണ് എന്ന് മനസ്സിലായി. അത് മനസ്സിലായപ്പോൾ അവൻ കരയണ. അപ്പം അത് മനസ്സിലാക്കാൻ പല വഴികളുണ്ട് നമുക്ക്.
വടി മാത്രമല്ല വഴി. നമ്മളെ കുട്ടികളെ നമ്മൾ ചിലപ്പോൾ അടിക്കേണ്ടി വരും, ദേഷ്യപ്പെടേണ്ടി വരും, ഒക്കെ ഉണ്ട്. അതോ ഓരോ ആൾക്കും ഓരോ രീതിയായിരിക്കും. ജീവിതത്തിൽ ഇതുവരെ കുട്ടികളെ അടിക്കാതെ തന്നെ ശരിയായ രീതിയിൽ പരിശീലിപ്പിച്ച ഉമ്മമാരും മാഷന്മാരും ഒക്കെ ഉണ്ടാവും. അടിച്ചുകൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മനുഷ്യരുണ്ടാവും. വടിയും അടിയൊക്കെ നമ്മൾ മറന്നു പോകും. നമുക്കൊരു കാര്യം മനസ്സിലായാൽ മതി, അയാളുടെ മനസ്സിൽ എനിക്ക് സ്ഥാനമുണ്ട് എന്ന് മനസ്സിലായാൽ മതി. അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ മോന് ഒരു ദിവസം, നമ്മൾ രണ്ടാളും വീട്ടിലില്ലായിരുന്നു, ഞങ്ങൾ രണ്ടാളും വീട്ടിലില്ലാത്ത ദിവസം മോൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ വീട്ടിൽ വൈഫിൻ്റെ ഉമ്മയുണ്ടായിരുന്നു. ഉമ്മാൻ്റെ അടുത്തിരുന്നു അവൻ. അങ്ങനെ അവന് സാധാരണ കളിക്കാൻ പോകുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോയി. അവിടെ എന്തോ ഒരു അടി ഉണ്ടായി. ഇവൻ ചെറിയ കുട്ടിയാണ്, ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ ആയിരിക്കും. അടി ഉണ്ടായിട്ട് ഒരു കുട്ടി ഇവനെ അടിച്ചു, നല്ല അടി. ഇവിടെ ഒരു പാടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വന്ന് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇങ്ങനെ എന്നെ ആ കുട്ടി അടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അടിച്ച കുട്ടി കുടുംബത്തിൽപ്പെട്ട വേറൊരു കുട്ടിയാണ്, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉമ്മ അവനെ സമാധാനിപ്പിച്ച് വൈകുന്നേരം രാത്രിയായപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ വിളിക്കുന്നുണ്ട്, അജു അവനെ അടിച്ചു അല്ലേ, ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. മോൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വേദന ഉണ്ടോ, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഉമ്മിയുടെ മടിയിൽ അവൻ കിടക്കുന്നുണ്ട്. ഉമ്മി പറഞ്ഞു, ഇല്ല ഓനൊരു പ്രശ്നമല്ല, യാതൊരു പ്രശ്നമില്ല എന്ന്, ഓൻ ഉറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ വന്ന ഉടനെ മോനെ ഞങ്ങൾ രണ്ടാളെ ഈ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ആദ്യം പറയണത് എന്താ അറിയോ? ഓൻ പറഞ്ഞു, ഉമ്മ ഇന്നലെ ഞാൻ ഗ്രൗണ്ടിലേക്ക് പോയപ്പോൾ അവിടുന്ന് ഓൻ എന്നെ അടിച്ച്, ഞാൻ വേദനിച്ചിട്ട് അങ്ങോട്ട് വന്ന്. ഇങ്ങോട്ട് രാത്രി ഓൻ്റെ ഉമ്മ വിളിച്ചിട്ട് ചോദിച്ച്, എനിക്കെന്തെങ്കിലും പ്രയാസമുണ്ടോ, വേദന ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മി പറഞ്ഞ എന്താ അറിയോ, എനിക്ക് വേദന ഒന്നുമില്ല. ഉമ്മ അവനെ അടിച്ച പള്ളിനേക്കാൾ എനിക്ക് വേദന ആയത് ഉമ്മ അത് പറഞ്ഞപ്പോഴാണ്. എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു, ഉമ്മ എന്തേ സത്യം പറയാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, ആരൊക്കെ കൈവിട്ടാലും നമ്മുടെ കുട്ടികളെ കൂടെ നമ്മൾ ഉണ്ടാവണം, ഏതവസ്ഥയിലും. നിങ്ങൾക്ക് 3 പെൺകുട്ടികളുണ്ട്. ആ 3 പെൺകുട്ടികളിൽ ഒരു കുട്ടി ഡിവോഴ്സായി വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ആ മറ്റേ 2 പെൺകുട്ടികൾക്ക് കൊടുക്കുന്നതിലേറെ കാരുണ്യവും സ്നേഹവും ശ്രദ്ധയും കൊടുക്കേണ്ടത് ഈ ഡിവോഴ്സായി വന്ന കുട്ടിക്കാണ്. കാരണം ആ കുട്ടി ഇപ്പം ഇങ്ങനെ പതറി നിൽക്കുന്ന സമയമാണ്. നമ്മളെ കുട്ടികളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന കുട്ടി ഉണ്ടാവും, പഠിക്കാത്ത കുട്ടി ഉണ്ടാവും. പഠിക്കുന്ന കുട്ടിയോട് നമ്മളൊന്നും പറയണ്ട, അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടാവും. പഠിക്കാത്ത കുട്ടിയില്ലേ, ആ കുട്ടിക്ക് നമ്മളെ കൊണ്ട് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ കുട്ടിക്ക് നമ്മളെ കൊണ്ട് എന്ത് കിട്ടുന്നു, അതാ. ഇപ്പം 4 വയസ്സുള്ളൊരു കുട്ടി, 4 വയസ്സുള്ളൊരു കുട്ടിയും 10 വയസ്സുള്ളൊരു കുട്ടിയും. ഈ 10 വയസ്സുള്ള കുട്ടിക്ക് എത്തുന്ന ഒരു സ്ഥലത്തേക്ക് തൊടാൻ ഈ 4 വയസ്സായ കുട്ടിക്ക് കഴിയോ? എത്ര ശ്രമിച്ചാലും കഴിയില്ല. 10 വയസ്സുള്ള കുട്ടി കൂളായിട്ട് തൊടും, ഈ 4 വയസ്സുള്ള കുട്ടി തൊടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കും, കഴിയില്ല. അപ്പം നമുക്ക് 2 വാക്ക് പറയാം, നിന്നെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് പറയാം, അല്ലെങ്കിലോ ഇക്കാക്കാൻ്റെ അത്ര എത്തുമ്പോൾ നിനക്ക് കഴിയും കേട്ടോ എന്നും പറയാം. ഈ 2 വാക്കും ഈ കുട്ടിയുടെ ഉള്ളിൽ വളരും. എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ളൊരു വാക്കാണ് പറഞ്ഞതെങ്കിൽ ആ വാക്ക് അങ്ങനെ കിടക്കും. ഇക്കാക്കയുടെ അത്ര എത്തുമ്പോൾ നിനക്ക് കഴിയുമെന്നാണ് പറയണമെങ്കിൽ ഇക്കാക്കയോളം എത്താൻ അവൻ കാത്തിരിക്കും. ഈ 2 വാക്ക് പറയാൻ നമുക്ക് ഒരേ എനർജി ആവശ്യമുള്ളൂ. പക്ഷെ ഒരു കുട്ടിയുടെ ജീവിതം ആകെ മാറി മറിയും. അപ്പോൾ ശിക്ഷ എന്നുള്ളത് ഓരോ ആൾക്കും ഓരോ രീതിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ചെറിയ ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ LP സ്കൂളല്ലേ ഇത്. മിക്കവാറും ഈ കുട്ടികളുണ്ടല്ലോ, ചെറിയ മക്കൾ, ആ ചെറിയ മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വഴി എന്താ അറിയുക? വടിയല്ല, ചോക്കല്ല, ഒന്നുമല്ല, കഥകളാണ്. സ്റ്റോറി തെറപ്പി എന്ന് തന്നെ പറയൂ. കഥകൾ അത്രയേറെ സ്വാധീനിക്കുന്ന പ്രായമാണ് ഒരു ചെറിയ കുഞ്ഞിൻ്റെ മനസ്സ് എന്ന് പറയുന്നത്. ആ പ്രായം പ്രത്യേകിച്ചും ആ കുട്ടി ഇങ്ങനെ ഉറങ്ങിയിട്ട് ഇങ്ങനെ ഉറക്കത്തിലേക്ക് പോകുന്നൊരു സമയമുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടയൊക്കെ ചെയ്യുന്ന സമയത്ത്
ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളില്ലേ, എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ് കേട്ടോ, എൻ്റെ കുട്ടി സത്യം പറയുന്ന കുട്ടിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആ കുട്ടിക്ക് കൊടുക്കണ ചെറിയ ചെറിയ വാക്കുകളില്ലേ, ആ വാക്ക് ഭയങ്കര മാജിക്കൽ വാക്കുകൾ വരും. ആൽഫ സ്റ്റേജ് എന്ന് അതിന് പറയാം. ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോകുന്ന കുട്ടിയുടെ ഈ കോൺഷ്യസ് അല്ലാത്തൊരു മനുഷ്യൻ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു മനുഷ്യൻ, ആ മനസ്സാണ് അത് കേൾക്കുക. അപ്പം അതവിടെ കിടക്കും. മനസ്സിലായില്ലേ?